ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 31 അധ്യായം 32 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പരദേശി തെരുവീതിയിൽ പാർക്കേണ്ടി വന്നിട്ടില്ല എന്ന പദമാണ്. അന്യദേശത്തു നിന്ന് കടന്നു വന്നിരിക്കുന്ന ആളുകൾക്ക് പാർപ്പാനിടവും ഭക്ഷിപ്പാൻ ആഹാരവും അവരുടെ ഒട്ടകങ്ങൾക്ക് ആവശ്യമുള്ളതുമൊക്കെ കൊടുക്കുന്ന നല്ലവരായ ആളുകളെക്കുറിച്ചാണ് ഈ വാക്കുകൾ ഓർപ്പിക്കുന്നത്. ഒരിക്കൽ അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് വന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ അവിടെ നിന്ന് സോദോമിലേക്ക് കടന്നു പോവുകയും ലോത്തിൻ്റെ ഭവനത്തിൽ അവർ വന്നെത്തുകയും ചെയ്തു. ആ ദേശക്കാരായ ആളുകൾ അന്യദേശത്തു നിന്ന് നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നവരെ പുറത്തിറക്കി വിടണമെന്ന് ആവശ്യപ്പെടുന്നതായ സംഗതി ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ലോത്ത് അവരെ പുറത്തേക്കിറക്കി വിടാതെ അവൻ്റെ വീട്ടിൽ വന്നവരെ സംരക്ഷിക്കുവാൻ പരിശ്രമിക്കുന്നതും ആ ഭാഗത്ത് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നതും അതിഥിയായി വരുന്നവരെ, പരദേശികളായി വരുന്നവരെ സംരക്ഷിക്കണമെന്നും അവർക്ക് വേണ്ടുന്നതൊക്കെ നൽകണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നതും ഓർപ്പിക്കുന്നതും. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് കടന്നു ചെന്നു. അവർ പരദേശികളായി ക്ഷാമകാലത്ത് യോസേപ്പിനോടുള്ള ബന്ധത്തിൽ അവിടെ എത്തിയെങ്കിലും പിന്നത്തേതിൽ മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളെ പരദേശികളെന്നോർത്ത് അവരെ അടിമവേല ചെയ്യിപ്പിച്ചു എന്നും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സുവിശേഷങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണ സമയത്ത് ഭയപ്പെട്ട് വഴി കടന്നു പോകുന്നതായ ശിഷ്യന്മാരുടെ പിന്നാലെ യേശു കർത്താവ് നടന്നു ചെല്ലുന്നുണ്ട്. അവരൊരു വീട്ടിലേക്ക് കയറുവാൻ തുടങ്ങുമ്പോൾ യേശു മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു എന്നും അവർ ഈ രാത്രിയിൽ നീ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ലെന്നും ഞങ്ങളോട് കൂടെ പാർക്കാമെന്നും പറഞ്ഞ് യേശുവിനെ അവരോടൊപ്പം ആ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഓർപ്പിക്കുന്നത് മറ്റുള്ളവരെ കൂടി അവരുടെ പ്രതിസന്ധികളുടെ നടുവിൽ ചേർത്തു നിർത്തുവാൻ, കൂടെ പാർപ്പിക്കുവാൻ, അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുവാൻ നാം മനസ്സുള്ളവരായിരിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നല്ല ശമരിയക്കാരൻ അങ്ങനെയാണ് ചെയ്തതെന്ന് നാം മറന്നു കളയാതെ നമുക്കും മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ
ഞങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരല്ല, ഞങ്ങൾ മറ്റുള്ളവരെ കൂടെ സ്നേഹിക്കുന്നവരെ തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരദേശികളെ സ്നേഹിക്കുന്നവരും അവരോടുള്ള കടപ്പാടുകൾ ചെയ്യുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.